മന്ത്രി പി രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ തത്സമയം നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്താ പ്രഭാതത്തിൽ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. കുറേ കാലമായി ഈ വാർത്താ പ്രഭാത യാത്രയിൽ അങ്ങേ കൂടെ കൂട്ടിയിട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, സ്വിറ്റ്സർലൻഡിലെ യാത്രയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെയൊക്കെ ഷോക്കേസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ എക്കണോമിക് ഫോറത്തിലൊക്കെ നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു എന്ന് കേട്ടു. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ തിരക്കണമെന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ശശി തരൂർ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് ശശി തരൂർ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കി, പ്രതിപക്ഷത്തെ ഒരു പ്രതിസന്ധിയിലാക്കി എന്നാണ്. താങ്കൾ എങ്ങനെയാണ് ശശി തരൂരിൻ്റെ ഈ ലേഖനത്തെ കാണുന്നത്? ആ ലേഖനത്തിൽ ഒരു വിമർശനവും ഉണ്ട് ഒരു ഭാഗത്ത്. യഥാർത്ഥത്തിൽ അരുൺ, ഈ കേരളം വ്യവസായ സൗഹൃദമാണോ എന്ന് പറഞ്ഞ് പരസ്പരം തല്ലുപിടിക്കേണ്ടതും അതിനടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതുമായ ഒരു സന്ദർഭം അല്ല ഇത് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ വളരെ ആധികാരികമായി നിങ്ങളെല്ലാവരും ലൈവ് കൊടുത്തു, കേരളം ഇത് വ്യവസായ സൗഹൃദമല്ല എന്ന് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് വസ്തുതകൾ നിരത്തി ഞാനൊരു പത്രസമ്മേളനം തന്നെ നടത്തിയത്, ഒരു മീഡിയ ഇന്നലെ നടത്തിയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുള്ള സമയമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം പൂർണ്ണമായി ലൈവ് കൊടുക്കുകയും ഞങ്ങളെപ്പോലുള്ള പത്രസമ്മേളനങ്ങൾ ഒരു മിന്നിമറയുന്ന വാർത്തയായി മാറുകയും ചെയ്യുന്നു എന്നുള്ള കുറവ് നികത്താൻ അരുണോടൊപ്പമുള്ള ഈ പ്രഭാതം പരിപാടി സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ ചിലപ്പോൾ വല്ല പൊടിയോ എന്തെങ്കിലും ചെറിയ കടലാസോ ഒക്കെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചില ആളുകൾ കാർപ്പറ്റിലേക്ക് മാറ്റും. പിന്നെ വന്നതിന് ശേഷം ഇത് ആരെ ഇട്ടെന്നുള്ള വേണമെങ്കിൽ ചോദിക്കാമെന്നല്ലാതെ ആ സമയത്ത് പുറത്ത് കിടക്കുന്ന ചവറും പുറത്ത് കിടക്കുന്ന അഴുക്കും എല്ലാം തന്നെ കാർപ്പറ്റിന് മുകളിലേക്ക് കൊണ്ടിട്ട് ഇരിക്കുന്ന ആളുകൾ ശരിക്കും ആ വീടിനോട് സ്നേഹിക്കുന്നവരായിരിക്കില്ല, വീടിനോടുള്ള ശത്രുക്കളായിരിക്കും. ഇപ്പോൾ പല മന്ത്രിതല സംഘങ്ങൾ വരുന്നു, ലോകത്തിലെ പ്രശസ്തരായ പല കമ്പനികളും വരുന്നു, കേരളത്തിൽ തന്നെ നിരവധി സംരംഭകർ ഇന്ത്യക്കകത്തും പുറത്തുനിന്നും വരുന്നു. വലിയൊരു ഇവൻറ്റ് നമ്മൾ ഒരു 50ഓളം വരുന്ന പ്രിപ്പറേറ്ററി ഇവൻറ്റുകൾ തുടർച്ചയായി നേരത്തെ ദാവോസിൽ ആരും ചൂണ്ടിക്കാട്ടിയതുപോലെ 3.5 ദിവസം ഞങ്ങൾ 70 മീറ്റിങ്ങുകളാണ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പം അതിൻ്റെ എല്ലാം തുടർച്ചയിലൊരു പരിപാടി വരുമ്പോൾ ഈ ഘട്ടത്തിൽ ശശി തരൂർ പറയുന്നത് വായിച്ചിട്ടൊരു 10 ഇൻവെസ്റ്റർ കേരളത്തിലേക്ക് വരുന്നുവെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് പറയാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തോടുള്ള ഞങ്ങളുടെ സ്നേഹമാണ്, കോൺഗ്രസിൻ്റെ സ്നേഹമാണ് തരൂരിൻ്റെ ലേഖനത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു 10 ഇൻവെസ്റ്റർമാരെ കൂടുതൽ കൊണ്ടുവരലല്ലേ ഭാവി തലമുറയോട് താല്പര്യമുള്ള, കേരളത്തോട് താല്പര്യമുള്ള ഏവരാളും ചെയ്യേണ്ടത്. പിന്നീട് തർക്കങ്ങൾ പിന്നീട് അതിന് ശേഷമാകാം. അതായത് മിനിസ്റ്റർ, ശശി തരൂരിന്റെ ലേഖനത്തിലുള്ള കണ്ടന്റ് എടുത്ത് ഒരു പോസിറ്റീവായ കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷനായി മാറേണ്ടതിനു പകരം ആ ലേഖനത്തെ മുൻനിർത്തി ശശി തരൂരിനെയും സംസ്ഥാനത്തെയും ഒരേപോലെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതാണ് പ്രതിപക്ഷം ചെയ്തത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നത്തെ എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇനി നിങ്ങൾ ചർച്ചയാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ, അവർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവരുടെ അകത്തെ വേദിക്കകത്ത് ചർച്ച ചെയ്തോട്ടെ. കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല, കേരളം എന്ന് പറഞ്ഞാൽ അവരുകൂടി ഉൾക്കൊള്ളുന്നതാണ്. കേരളം എന്ന് പറഞ്ഞാൽ LDF, UDF ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളെല്ലാം ചേരുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഘട്ടത്തിൽ നേട്ടങ്ങളിൽ അവർ സംഭാവന ചെയ്ത് അവർ പറഞ്ഞോട്ടെ, അതിനോടുള്ള വിയോജിപ്പുകളുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നീട് പറയാം. ഞങ്ങൾ വന്നാൽ ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നവർ പറഞ്ഞോട്ടെ, അപ്പോൾ ഞങ്ങൾക്കും പറയാം. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ചർച്ച ആകട്ടെ, കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് പോകും. ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ വരൂ, നിങ്ങൾ വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ഈ ഗവൺമെൻറ് വന്ന് ഈ നയങ്ങൾ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾ കുറേ കൂടി ശക്തിപ്പെടുത്തുമെന്നല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു പ്രതിപക്ഷമാണെങ്കിൽ പറയേണ്ടത്. മറ്റു തർക്കങ്ങൾക്കൊന്നും ഞങ്ങൾ ഈ സന്ദർഭം ഞാൻ 4 ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉയർന്ന 4 ചോദ്യങ്ങൾക്കാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത്. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചതുമായ 4 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമല്ല. ഇപ്പോൾ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ശ്രീ പി രാജീവ്, കൊച്ചിയിൽ വെച്ച് നടന്ന ലേമർഡിയിൽ വെച്ച് നടന്ന ജിം എന്ന് പറയുന്നത് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് അന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി. പിന്നീട് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നു, സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനൊരു ആശയം കേരളത്തിൽ പക്ഷേ തുടങ്ങുന്നത് UDFന്റെ സർക്കാരിൻ്റെ കാലത്താണ് എന്ന് അംഗീകരിക്കാനുള്ളൊരു വിനയം നമ്മുടെ ഈ സർക്കാരിനുണ്ടോ, അങ്ങേക്കുണ്ടോ? അല്ല, അതിന് നമ്മൾ കാണേണ്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരാണ് തുടങ്ങിയത്, അവരവരുടെ അവകാശവാദം വച്ചോട്ടെ.
നമ്മുടെ മുൻപിൽ വസ്തുതകളുണ്ടല്ലോ. അന്നത്തെ കാലം എന്തായിരുന്നു, ആ പ്രഖ്യാപനങ്ങൾ എവിടെ പോയി, എങ്ങനെയായിരുന്നു അത് സംഘടിപ്പിച്ചത്, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ തുടക്കത്തിലുള്ള എൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു, ഒരു പ്രൈവറ്റ് സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ അത് മാറി, ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇതല്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം. അപ്പോൾ അവർ പറഞ്ഞോട്ടെ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ ഇപ്പം പറയുന്നില്ല. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ, ഇപ്പോൾ IT ടെക്നോ പാർക്ക്, ഇന്ത്യയിലെ എല്ലാ പാർക്കും, കേരളത്തിലെ എല്ലാ പാർക്കും ഞങ്ങളാണ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ വസ്തുതയും നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലെ നിരക്ക് വെച്ചിട്ട് ബേസ് ഇയർ ആയിട്ട് എങ്ങനെയാണ് 256 എന്ന് പറഞ്ഞ് പരിഹാസത്തോടുകൂടി പറയുമ്പോൾ അതേ ബേസ് നിരക്ക് വെച്ചിട്ടാണല്ലോ വേൾഡിലെയും ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അപ്പോൾ ശതമാനം എന്ന സൂചകം എങ്ങനെയാണ് താരതമ്യത്തിന് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് പറയേണ്ടി വരും. എന്നാൽ ഇതിലെല്ലാം നമ്മൾ കാണേണ്ടത് കേരളത്തിന് മുൻപിലുണ്ടല്ലോ ഈ 57 മുതലുള്ള വിവിധ ഗവൺമെൻറ്റുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറിയും കുറഞ്ഞുണ്ടാകും. ചിലത് യോജിപ്പുള്ളതുണ്ടാകും, വിയോജിപ്പുള്ളതുണ്ടാകും. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഞങ്ങളും അവരും ഒന്നിച്ച് പാസ്സാക്കിയ നിയമങ്ങളാണല്ലോ കേരളത്തിലുള്ളത്. ആ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരാണ് അഭിപ്രായം പറയേണ്ടവർ? പ്രധാനമായിട്ടും അനുഭവിക്കുന്നവരാണല്ലോ അഭിപ്രായം പറയേണ്ടവർ. അത് സംരംഭക സമൂഹമാണ്. ആ സംരംഭക സമൂഹത്തിന് അഭിപ്രായം എന്താണ്? അവർ നേരിട്ട് അനുഭവവേദ്യമാണ്. നേരിട്ട് ഇപ്പോൾ കേരളത്തിൽ വന്ന നിയമങ്ങൾ, ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ഒരു ഒമിനി ബസ് ലെജിസ്ലേഷൻ ഉണ്ടാക്കി. ആ ലെജിസ്ലേഷനാണ് അനുമതി ഇല്ലാതെ 3 വർഷക്കാലം പ്രവർത്തിക്കാനുള്ള അംഗീകാരം നൽകിയത്. അത് അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് ഭേദഗതി ചെയ്തു, 3.5 വർഷമാക്കി കഴിഞ്ഞ നിയമസഭയിൽ. 3.5 വർഷം കേരളത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ 50 കോടി രൂപ വരെയുള്ള ഏത് സംരംഭവും ആരംഭിക്കാമെന്ന നിയമം നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ കേരളത്തിൽ ഇത് സാധ്യമാകുമോ എന്നെങ്ങനെ പറയും? അതിനർത്ഥം അവർ നിയമം വായിച്ചിട്ടേ ഇല്ല എന്നല്ലേ പാസ്സാക്കുമ്പോൾ. അവർ കൂടി ഇരുന്നിട്ടല്ലേ ഏകകണ്ഠമായി പാസ്സാക്കിയിട്ടുള്ളത്. ശരി.